റെഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, മോഡേൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുപോലെ റസൽ ഗ്രൂപ്പ് ഉണ്ട്. കാരണം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യു കെന്ന് പോകുന്ന ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജോബിന് ട്രൈ ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു സർട്ടിഫിക്കേഷൻ റേഞ്ച് വേറെ തന്നെ. ഇപ്പോൾ യു കെയിൽ 2025 യൂണിവേഴ്സിറ്റീസിൻ്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ വലിയൊരു ഡൗട്ടാണ്, നല്ലൊരു കരിയർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത് പഠിക്കണം എന്നുള്ളത്. യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആണ്. ഒരു കൺട്രി ചൂസ് ചെയ്താൽ പോരാ, യൂണിവേഴ്സിറ്റീസും കൂടി ഏതാ ബെറ്റർ എന്ന് അറിയണം. ഇപ്പോൾ യു കെയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ യു കെയിലെ യൂണിവേഴ്സിറ്റീസ് കുറച്ച് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇപ്പം റെഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, മോഡേൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുപോലെ റസൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുമ്പം ഈ അക്കാദമിക്കലി അല്ലെങ്കിൽ ഒരു ബ്രില്യൻസ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യണമെന്നാണ് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യാറ്. ഈ 25 യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുമ്പോൾ കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്യൂജ് ആണ്. കാരണം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യു കെന്ന് പോകുന്ന ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജോബിന് ട്രൈ ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു സർട്ടിഫിക്കേഷൻ റേഞ്ച് വേറെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആക്ച്വലി ഫീസ് വലിയൊരു കൺസേൺ അല്ല. 100% വരെ ബാങ്കുകൾ എഡ്യൂക്കേഷൻ ലോൺ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർമലി ഉള്ള യൂണിവേഴ്സിറ്റീസിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഫീസ് ഉണ്ട് ഈ റസൽ ഗ്രൂപ്പിൽ. കാരണം അവരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടും അതങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ സ്റ്റുഡൻസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ചോയ്സ് എടുക്കാൻ പറ്റും. കാരണം 100% എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നുണ്ട്. ചിലപ്പം ഈടില്ലെങ്കിൽ പോലും, അതായത് ഒരു ലോണൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഈടൊക്കെ വെച്ച് ചെയ്യണം. അതില്ലെങ്കിൽ പോലും പഠിക്കാനുള്ള ഫീസിൻ്റെയും ലിവിങ് കോസ്റ്റിൻ്റെയും 100% ലോൺ കൊടുക്കാൻ ബാങ്ക്സ് തയ്യാറാണ്. നിങ്ങൾക്ക് ഈ ഇത്തരം റസൽ ഗ്രൂപ്പ്സ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒരു ഓഫർ ലെറ്റർ കിട്ടുവാണ്.